ജിൻഡോ ജയിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ബിഗ് ബോസിന് അർത്ഥമില്ലാതെയായി പോകും. ഇത് ജാസ്മിന്റെ പുതിയ വാക്കുകളാണ്. ഇന്ന് ജിൻഡോയുടെ അപ്പനും അമ്മയും വീട്ടിൽ വരികയും ജിൻഡോയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ച് എല്ലാവരുടെയും മുൻപിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഒടുവിൽ ജിൻഡോയുടെ അപ്പൻ പറഞ്ഞ ചില വാക്കുകളാണ് ജാസ്മിനെ ഉൾപ്പെടെയുള്ള പല ആൾക്കാരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. പലരും പരസ്യ പ്രസ്താവനകൾക്കൊന്നും ഇതുവരെ മുതിർന്നില്ലെങ്കിൽ പോലും ജാസ്മിൻ അത് തുറന്നടിക്കുവാൻ തയ്യാറായി. ജിൻഡോയുടെ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: ജിൻഡോ കപ്പടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു വലിയ ഫ്ലെക്സ് ജിൻഡോയുടേത് വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരാനിറങ്ങിയപ്പോൾ കൊച്ചുമക്കളും മക്കളും ഒക്കെ കൂടി വന്നിട്ട് പറയുകയും ചെയ്തു ജിൻഡോ തന്നെയായിരിക്കും കപ്പടിക്കുക എന്ന്. ഈ വാക്കുകൾ ആ അച്ഛൻ പറയുന്ന സമയത്ത് തന്നെ ജാസ്മിൻ പെറുപിറുക്കുന്നത് ബിഗ് ബോസ് വീഡിയോയിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ആ വീട്ടിലുള്ള മിക്ക ആൾക്കാരുടെയും മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. കാരണം ജിൻഡോയെ താല്പര്യമുള്ള വ്യക്തികൾ ആ വീട്ടിൽ വളരെ കുറവാണ്. അൻസിബ മാത്രമാണ് ജിൻഡോയ്ക്ക് ഒരു പരസ്യ സപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി മുഴുവൻ ആൾക്കാർക്കും ജിൻഡോ മണ്ടനാണെന്നും കള്ളനാണെന്നും എത്തിക്സ് ഇല്ലാത്ത ഗെയിം കളിക്കുന്നയാളാണെന്നും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ആരെയും ചതിക്കുവാനും തയ്യാറാകുന്ന വ്യക്തിയാണെന്നും അങ്ങനെ 100 കംപ്ലൈൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജിൻഡോ ജയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആയാൽ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് അർത്ഥമില്ലാതെയാകുമെന്ന്. ബിഗ് ബോസിനുള്ളിലെ ഒരു കൊച്ചുമുറിയിലെ ഒരു ചെറിയ കട്ടിലിന്റെ മൂലയിൽ മാറി ഇരുന്നു കൊണ്ട് ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ ഇത്തരം വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ജാസ്മിൻ അറിയുന്നില്ല, സമൂഹ മാധ്യമങ്ങളിൽ 1000 നാവുകളിൽ കൂടി ഓരോ നിമിഷവും പുറത്തു വരുന്നൊരു കാര്യമുണ്ട്. ജാസ്മിന് ബിഗ് ബോസ് ആ കപ്പ് കൊടുക്കും. അങ്ങനെ ജാസ്മിൻ ആ കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ ഒരർത്ഥവുമില്ലാത്തതായി മാറും. അതോടുകൂടി ബിഗ് ബോസ് കാണുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കും. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് വന്നതിന് ശേഷം ജാസ്മിൻ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുത്തത് എന്നുള്ളത് ആ വീട്ടിലുള്ളവരും ലാലേട്ടനും ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. ജാസ്മിൻ എന്താണ് സന്ദേശം പുറം ലോകത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസ് എല്ലാ ക്യാമറകളിലൂടെയും ഒപ്പിയെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തതാണ്. അതിന്റെ പേരിൽ പലയാവർത്തി അവിടെ പരസ്യ വിചാരണയ്ക്ക് വിധേയയാകേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസ്മിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത് ജിൻഡോ കപ്പടിച്ചാൽ എനിക്കത് സഹിക്കുവാൻ കഴിയില്ല, ബിഗ് ബോസ് എന്ന ഈ ഷോ തന്നെ അർത്ഥമില്ലാത്തതായി മാറും എന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആകുവാൻ കപ്പെടുക്കുവാൻ യോഗ്യതയുള്ള വ്യക്തി ആരാണെന്നാണ് ജാസ്മിന്റെ വിചാരം? അതെ, തികച്ചും 916 ഹോൾമാർക്ക് മുദ്രയുള്ള താനല്ലാതെ മറ്റാരാണത്? എന്നാൽ വിവരക്കേട് നൽകുന്ന ആത്മവിശ്വാസവും വിവേകമില്ലായ്മ നൽകുന്ന ധൈര്യവുമായിട്ട് തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ അനാഥരവിന്റെ ശരീരഭാഷ മാത്രം പ്രകടിപ്പിച്ചു നിൽക്കുന്ന ജാസ്മിൻ ഈ സീസണിലെ ടൈറ്റിൽ വിന്നറായി മാറിയാൽ അതോടുകൂടി ബിഗ് ബോസ് എന്ന ഷോ തന്നെ പ്രസക്തിയില്ലാത്തതായി മാറും എന്ന് സമൂഹം വിളിച്ചു പറയുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് തോൽക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.